എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ യു എയിലാണ്. യു എയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹയാത്തിന്റെ ഭാഗമായി ഞാനിപ്പോൾ കുറേ നാളുകളായി യു എയിലെ ബോധവൽക്കരണ പദ്ധതികളിലാണ്. അതിനിട്ടുള്ള പേരാണ് ഞാൻ ഗ്രീൻ ലൈഫ്. നമ്മുടെ ജീവിതം എപ്പോഴും ഗ്രീൻ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിന് വളരെ ചെറിയ കാലഘട്ടമേ ഉള്ളൂ പ്രിയമുള്ളവരെ. അപ്പൊ ഈ ഗ്രീൻ ലൈഫിന്റെ 3 പീകളുണ്ട്: പ്രൊട്ടക്ട്, പ്രിവെന്റ് ആൻഡ് പ്രൊപ്പോസ്. നമ്മുടെ ജീവിതം വളരെ ഷോർട്ടാണ്. ചിലർക്ക് 18 വയസ്സ്, ചിലർക്ക് 30 വയസ്സ്, ചിലർക്ക് 40 വയസ്സ്, ചിലർക്ക് 50 വയസ്സ്, ചിലർക്ക് 60, ചിലർക്ക് 70, ചിലർക്ക് 100 വയസ്സ് വരെ ഈ ഭൂമിയിലെ ജീവിതം ഉണ്ടാവും. ആ ജീവിതം കഴിഞ്ഞാൽ ഈ ലോകം നമ്മളെ വിസ്മരിച്ചു കളയും. അപ്പോൾ ഉള്ള ജീവിതകാലം ആനന്ദപ്രദവും സന്തോഷപ്രദവും സമാധാനപ്രദവുമായിട്ട് തീരുക എന്നുള്ളതാണ് മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ഉറച്ച് മുന്നോട്ട് പോകേണ്ട കാര്യം. ഇതില് ആദ്യത്തെ പി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രൊട്ടക്ട് യുവർ ബോഡി ആൻഡ് പ്രൊട്ടക്ട് യുവർ സോൾ. നിങ്ങളുടെ ശരീരത്തെയും ജീവിതത്തെയും ആത്മാവിനെയും സംരക്ഷിക്കുക. പ്രൊട്ടക്ട്. പ്രത്യേകിച്ച് ഞാൻ പറയുക, ഇന്ന് ഞാനിത് പറയാൻ കാരണം, ഓരോ ദിവസവും നമുക്ക് കേൾക്കുന്ന വാർത്തകൾ, ഇതാ കുട്ടി തലയിട്ട് വീണു, ആശുപത്രി ഉണ്ടെന്നപ്പോൾ ബ്രെയിൻ ട്യൂമറാണെന്ന് പറഞ്ഞു. ഇന്ന് കുട്ടികളുടെ ഇടയിലെ മൊബൈൽ യൂസ് കാരണം ക്യാൻസർ വരുന്നു എന്നുള്ളത്, ബ്രെയിൻ ട്യൂമർ വരുന്നു എന്നുള്ളത് ഡോക്ടേഴ്സൊക്കെ വീഡിയോയിൽ പറഞ്ഞു കേൾക്കുമ്പോൾ, അപ്പോൾ കുട്ടികളുടെ ഇടയിലെ വലിയ മൊബൈൽ യൂസ് കാരണം അവരുടെ ലൈഫ് സ്പാൻ ചെറുതായി പോകുന്നു. ആ കുടുംബത്തിൽ എന്തുമാത്രം ദുരിതങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേറെ ആരൊന്നും വരില്ല, നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോ കുട്ടികളുടെ ഇടയിലെ വ്യായാമങ്ങൾ ഇല്ലാതെ പോകുന്നു. കുട്ടികൾ കളിക്കുന്നില്ല, മാതാപിതാക്കൾ കുട്ടികളുടെ കൂടെ കളിക്കുന്നില്ല. നമ്മളെല്ലാവരും കളിച്ച് ചിരിച്ച് വളർന്നിട്ടുള്ളവരാണ്. അപ്പൊ കുട്ടികളിലെ ആ കളിയും ചിരിയും മാറി, അതെ, ആ കുട്ടികളിലേത് കളിയും ചിരിയും ഇല്ലാതായി പോകുന്നു. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവരുടെ ലൈഫ് വളർന്നു വരുന്ന ആ കാലഘട്ടം വളരെ കളിയും ചിരിയും ഒക്കെയുള്ള കാലഘട്ടത്തിലൂടെ വളർന്നു വരണം. അവർ ഏറ്റവും സുന്ദരമായ ലോകത്തിലുള്ളത് കുട്ടികളും പൂമ്പാറ്റകളുമാണ്. എന്നാൽ കുട്ടികളുടെ ആ ചിരിയും കളിയും ഒരു കുടുംബത്തിൽ ഇല്ലാതെ പോയാലോ? അപ്പൊ ഈ മൊബൈൽ യൂസ് കാരണം അത് വളരെയധികം ഇല്ലാതെയാകുന്നു. മാത്രമല്ല, വലിയ ക്യാൻസർ, ട്യൂമർ രോഗങ്ങൾക്ക് കാരണമാകുന്നു. രണ്ടാമത്, യുവതികളുടെ ജീവിതം. മൊബൈൽ വളരെയധികം അവരെ സ്വാധീനിക്കുന്നു. മാത്രമല്ല, മയക്കുമരുന്നുകൾ കയറിപ്പിടിച്ച് അവരുടെ ജീവിതത്തിന്റെ സർവ്വ ആത്മധൈര്യവും നഷ്ടപ്പെടുത്തുന്നു. ജീവിത ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ കുടിച്ച് വഴിയിൽ കിടക്കുന്ന ചിത്രങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നു. അപ്പൊ യുവാക്കൾ, ഇനി മാതാപിതാക്കളുടെ കാര്യമെടുത്താൽ, ഈ മക്കളെയും കുടുംബത്തെയും തീറ്റിപ്പോറ്റാൻ വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. രാത്രി അന്ത്യാവോളം പണിയെടുക്കുകയാണ്. ജീവിതമാർഗങ്ങളില്ലാണ്ടാവുമ്പോൾ ആത്മഹത്യകൾ പെരുകുന്നു പ്രിയമുള്ളവരെ. എന്ന് ആത്മഹത്യകൾ 10,000-കണക്കിന് പേരാണ് ഓരോ വർഷവും ആത്മഹത്യകൾ ചെയ്യുന്നത്. ഞാനിതെല്ലാം നിങ്ങളോട് പറയുക, നമ്മുടെ ഈ കൊച്ചു ജീവിതത്തെ എത്ര സുന്ദരമാക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിച്ചാലല്ലേ പറ്റുള്ളൂ. അതിനാൽ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ആദ്യത്തെ പിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യണം. മണ്ണിൽ ചവിട്ടി നടക്കണം. നമ്മൾ കുറച്ച് മുറ്റത്തിറങ്ങി കാലിൽ ചെരുപ്പൂരിയിട്ട് മണ്ണിൽ ചവിട്ടി, മണ്ണ് വളരെയധികം പ്രതിരോധ ശക്തി നൽകുന്നതാണ്. അതുകൊണ്ട് മണ്ണിൽ ചവിട്ടി നടക്കണം. നമ്മൾ കുട്ടികളെ ഇടയ്ക്ക് മണ്ണിൽ ചവിട്ടണം, അതിനുള്ള വഴികൾ ഒരുക്കണം. വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ 1/3 ഭാഗം വെള്ളമാണ്. അപ്പൊ വെള്ളം കുടിക്കുക എന്നുള്ളത് ഇന്ന് പലപ്പോഴും മനുഷ്യൻ മറന്നു പോകുന്നു. കാലത്ത് എഴുന്നേറ്റ വെള്ളം കുടിക്കണം, രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ വെള്ളം കുടിക്കണം, ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കണം, ക്ഷീണം തോന്നുമ്പോഴൊക്കെ വെള്ളം കുടിക്കണം. അപ്പൊ വെള്ളം കുടി അത് കുറഞ്ഞു പോകുന്നു. അത് കിഡ്നി രോഗങ്ങൾക്ക് കാരണമാകുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ഞാൻ പറയട്ടെ, നമ്മൾ ആരും ജനിക്കുമ്പോൾ ക്യാൻസർ രോഗികളല്ല. കുറെ പേരുണ്ട്, പക്ഷെ അധികം പേരും ക്യാൻസർ രോഗികളല്ല. പിന്നെ എങ്ങനെ നമ്മൾ ക്യാൻസർ രോഗം എന്ന് പറയുന്ന ഈ ഇതിന് അടിമയായിത്തീരുന്നു? ഭക്ഷണമാണ്. നമ്മളൊരു ഫുഡ് സ്റ്റൈല് നമ്മൾ ഉണ്ടാക്കണം. എല്ലാവർക്കും എല്ലാ ഭക്ഷണവും യോജിച്ചതല്ല, അതെങ്കിലും മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ അകത്തേക്ക് പോകുന്ന ഭക്ഷണമാണ് നമ്മളെ രോഗികളാക്കി തീർക്കുന്നത്. നമ്മുടെ നാവിൽ തൊടുമ്പോൾ തന്നെ ഇതൊരു സിഗ്നലാണ്.
ഇവിടുത്തെ ഒരു ട്രാഫിക് SI ആണ് നാവ്. പറയും വേണ്ട ഇത് കഴിക്കണ്ട, അകത്തേക്ക് ഇടും. അപ്പൊ ടോൺസൈറ്റിസ് വരും, പറയും വേണ്ട ഇത് അപകടമാണെന്ന്, ചെക്ക് പോസ്റ്റാണ്. അതായത് നമ്മുടെ വയറ്റിൽ കുടലിൽ നമ്മുടെ ഇറങ്ങുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റും മൊത്തം ശരീരത്തിലൊരു പ്രശ്നം വന്നിട്ട് വേണ്ട അത് കഴിക്കണ്ട എന്ന് ഇൻഡിക്കേഷൻ കിട്ടിയാൽ പിന്നെ ആ ഭക്ഷണം കഴിക്കരുത്. മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ വെച്ചുണ്ടാക്കി നമുക്ക് നല്ല സാധനങ്ങൾ കഴിക്കാൻ നോക്കുക. പ്രിയമുള്ളവരെ, ഭക്ഷണമാണ് ഇന്ന് ഒരു 10 പേരെ എടുത്താൽ അതിൽ ഒരാൾക്കെങ്കിലും കിഡ്നി രോഗത്തിന്റെ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്, ക്യാൻസർ രോഗത്തിന്റെ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തോരം പേരാ കിഡ്നി രോഗം, ക്യാൻസർ, എന്നിട്ട് മറ്റുള്ളവരോട് സഹായം ചോദിച്ച് നടക്കുന്ന അവസ്ഥ വരുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണത്തെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ ഭക്ഷണ രീതി മാറ്റണം. നമുക്ക് അറിയാത്ത ഭക്ഷണം നമ്മൾ കഴിക്കരുത്. ടേസ്റ്റ് നോക്കി മാത്രം ഭക്ഷണം കഴിക്കരുത്, നമ്മുടെ ആരോഗ്യത്തെ നോക്കിയിട്ട് കഴിക്കണം. അപ്പോൾ പ്രൊട്ടക്ട് യുവർ ബോഡി, പ്രൊട്ടക്ട് യുവർ ഓർഗൻസ്, അവയവങ്ങൾ. രണ്ടാമത്തെ P ആണ് പ്രിവെന്റ് യുവർ ഓർഗൻസ്. നമ്മുടെ ശരീരത്തെ നമ്മൾ രോഗത്തിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പറ്റണം. ദൈവം മനുഷ്യനെല്ലാ അങ്ങനെയുള്ള പ്രതിരോധ ശരീരങ്ങളും തന്നിട്ടുണ്ട്. ഈ രോഗങ്ങൾ തടയാനുള്ള കഴിവാണ്. ഈ സ്കിൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രതിരോധ കവചമാണ്. ഈ തൊലിയാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളൊന്നും ഈ രോഗാണുക്കളൊന്നും കടന്നു കൂടാൻ തടസ്സം നിൽക്കുന്നത്. പക്ഷെ നമ്മൾ മനഃപൂർവ്വം നമ്മൾ ഈ രോഗ അവസ്ഥകളിൽ ചെന്ന് വീഴരുത്. അപ്പോൾ റെഗുലറായിട്ട് ചെക്കപ്പുകൾ നടത്തുക. നമ്മൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക, ഷുഗർ ചെക്ക് ചെയ്യുക, ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും. കാരണം നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകളെ വല്ല രോഗാണുക്കൾ കയറി പറ്റിയിട്ടുണ്ടോ, ഇത് പെട്ടെന്ന് ചെന്ന് നോക്കുമ്പോൾ ഡോക്ടർ അടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പറയുന്നത് ക്യാൻസറാണ്. അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ചെടിയാണെങ്കിലും ആ ചെടിക്ക് വെള്ളവും വളവും കൊടുത്താൽ പോരാ, അതിൽ വെള്ളീച്ച വന്നിട്ടുണ്ടോ, കീടങ്ങൾ വന്നിട്ടുണ്ടോ, പുഴുക്കൾ വന്നിട്ടുണ്ടോ എന്നും നോക്കണം നമ്മൾ. എന്നിട്ട് അത് ആ കീടങ്ങളിൽ നിന്ന് ആ ചെടിയെ രക്ഷിച്ചാൽ മാത്രമേ നല്ല ഫലങ്ങൾ ഉണ്ടാകുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ P പ്രിവെന്റ്, അതായത് രോഗാണുക്കളിൽ. ഇപ്പൊ നമ്മൾ എന്താണ് വാക്സിൻ എടുത്ത് കോവിഡ് വന്നപ്പോൾ പ്രതിരോധ ശക്തിയാണ്. അപ്പൊ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. നമ്മൾ ചെക്കപ്പുകൾ, റെഗുലർ ചെക്കപ്പുകൾ ദയവ് ചെയ്ത് നടത്തൂ. പ്രിയമുള്ളവരെ, എത്ര പേരാണ് ഒരു ദിവസം എത്ര ക്യാൻസർ രോഗികളെ ജനിക്കണമെന്നറിയോ? ലക്ഷക്കണക്കിനാണ്. ഒരു ദിവസം എത്ര കിഡ്നി രോഗികളാണ്. അപ്പോ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. രോഗത്തിൽ നിന്ന് നമ്മളെ തന്നെ അകറ്റി നിർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഹൈജീനിക്കായിട്ട് നമ്മൾ ജീവിക്കണം. വൃത്തിയുള്ള ശരീരം, വൃത്തിയുള്ള വസ്ത്രം, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വൃത്തിയുള്ള മനസ്സ്. അപ്പൊ രണ്ടാമത്തെ P. മൂന്നാമത്തെ P പ്രൊപ്പോസ് യുവർ ഓർഗൻ. നമ്മുടെ ജീവിതം കഴിയുമ്പോൾ ഇതുപോലെ കഷ്ടപ്പെടുന്ന രോഗികൾക്ക് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സന്നദ്ധത അറിയിച്ചിട്ട് മരിക്കുക. അത് നടക്കോ ഇല്ല എന്നുള്ളതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ ബന്ധുക്കളാണ് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ അതാണ് UAE ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഈ 3 കാര്യങ്ങളാണ് ഗ്രീൻ ലൈഫിലൂടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മലയാളികളായ എല്ലാവരും തീരുമാനം എടുക്കുക. 1, നിങ്ങളുടെ അവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക. 2, നിങ്ങളുടെ അവയവങ്ങളെ രോഗാണുക്കൾ കടന്നുവാതിരിക്കാനുള്ള പ്രിവെൻഷൻ ശ്രദ്ധിക്കുക. 3, മരണശേഷം നമ്മുടെ അവയവങ്ങൾ ഈ പുഴുക്കൾക്കും തീനും കൊടുക്കാതെ മനുഷ്യർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കാമെന്നുള്ളൊരു മാനസിക സപ്പോർട്ട് അത് പ്ലഡ്ജ് ചെയ്ത് വെക്കുക. അതായത് 10,000 പേരിൽ 10-20 പേർക്കാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുള്ളൂ. ഉണ്ടായാൽ തന്നെ നമ്മുടെ ബന്ധുക്കൾ സമ്മതിച്ചാൽ മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മൾ ജീവിതകാലത്ത് നമ്മുടെ സന്നദ്ധത പ്രകടിപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ ഒരു സായുജ്യം നിങ്ങൾക്ക് അനുഭവപ്പെടും. പ്രിയമുള്ളവരെ, സഹജീവികളോടുള്ള സഹാനുഭൂതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനുഷ്യനാകുന്നത് മനുഷ്യന് മാത്രമേ അത് കഴിയുള്ളൂ. അതുകൊണ്ട് നല്ല മനസ്സുണ്ടാക്കുക. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സുകൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറാതിരിക്കുക. എന്തെല്ലാം ഞാനിപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ആര് പറഞ്ഞാലും എൻ്റെ നാവിൽ നിന്ന് ഒരു കുറ്റകരമായൊരു കാര്യം ആരെയും കുറ്റം പറയാൻ ഞാൻ ഉണ്ടാകില്ല. കാരണം അത് എൻ്റെ ജീവിതത്തിനൊരു സന്തോഷമാണത്. കുറ്റങ്ങൾ പറയുന്നതിലല്ല, നമ്മുടെ ജീവിതത്തിലെ കുറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്തുന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനാൽ മാനസികമായ പോസിറ്റീവ് എനർജിയുള്ള നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കടന്നുപോയാൽ ഈ ലോകം നമ്മൾ വിസ്മരിച്ച് കളയുമെന്നും ഉള്ള ജീവിതകാലം സന്തോഷത്തോടെ, സമാധാനത്തോടെ, സാഹോദര്യത്തോടെ
ആനന്ദത്തോടെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. മാതാപിതാക്കളെ കുട്ടികളുടെ കൂടെ കുറച്ച് കളിക്കാനും അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാനും നിങ്ങൾ തയ്യാറാക്കുക. യുവതി യുവാക്കളെ, നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെട്ടു പോയാൽ, മാനസിക നില തകർന്നു പോയാൽ നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല. യു പ്രൊട്ടക്ട് യുവർ സെൽഫ് ആൻഡ് യു പ്രിവെന്റ് ഫ്രം ഓൾ ഈവിൾസ് ആൻഡ് പ്രപ്പോസ് യുവർ ലൈഫ് ഫോർ ബ്യൂട്ടിഫുൾ കോസ്. താങ്ക് യു വെരി മച്ച്.